بسم الله الرحمن الرحيم. وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1029 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 7 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. സൂറത്തുൽ അംബിയയിലെ 7 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വമാണ്. മക്കയിലെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന ആളുകൾ നിഷേധിച്ചുകൊണ്ടിരുന്നതും വിശ്വസിക്കാൻ വിസമ്മതിച്ചതുമൊക്കെയായ കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശപ്പെട്ട താൻ ദൈവിക ദൂതനാണ് എന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ വെളിപാടുകൾ ലഭിച്ചിട്ടുള്ള ആളാണ്. മനുഷ്യരാശിയെ വഴി കാണിക്കുന്നതിന് വേണ്ടി, മാർഗദർശനം ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ദൈവിക വെളിപാടുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനെയാണ് അവര് നിഷേധിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മേൽ പല ആരോപണങ്ങളും ഉന്നയിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇയാള് ഒരു ഭ്രാന്തനാണ്, ഭ്രാന്ത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇയാള് കവിയാണ്, കവിത ഭാവനയിൽ സൃഷ്ടിച്ച് അത് നമ്മളെ വായിച്ച് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ആരോപണം, ഇയാള് പൂർവികരായ കവികളുടെയും എഴുത്തുകാരുടെയും ഒക്കെ ആശയങ്ങളെ പുനരാവിഷ്കരിച്ച് അതൊക്കെ ഫോർജ് ചെയ്ത് നമ്മളെ വീണ്ടും കേൾപ്പിക്കുകയാണ്. വെറും പാഴ് സ്വപ്നങ്ങൾ മാത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. വേറെ ഒരു ആരോപണം ഉന്നയിച്ചത് അദ്ദേഹം ഒരു മാന്ത്രികനാണ്, അല്ലെങ്കിൽ ജാലവിദ്യക്കാരനാണ്, അദ്ദേഹം ആഭിചാരം ചെയ്യുന്നവനാണ് എന്നൊക്കെയാണ്. അതുപോലെ ഉള്ള പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവര്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിരുന്ന ആ കാര്യത്തെ നേരിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത, അതിന് സന്നദ്ധരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഖുർആൻ എന്ന് പറയല് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് രചിച്ചുണ്ടാക്കി അവതരിപ്പിച്ച ഒരു കാര്യമാണ്, ഒരു സംഗതിയാണിത്. അല്ലെങ്കിൽ അതൊരു കവിതയാണ്, ഒരു ഭ്രാന്തൻ വർത്തമാനമാണ്, സ്വപ്നങ്ങളിലുള്ള ചില അടിസ്ഥാനരഹിതമായ അനുഭവങ്ങൾ പറയലാണ് എന്നൊക്കെ മാറി 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 പറയേണ്ടി വരികയാണ് അവർ. കാരണം പറഞ്ഞ് നാക്കെടുക്കുമ്പോഴേക്ക് അവർക്ക് ആ പറഞ്ഞത് എവിടെയും യേശുകയില്ലല്ലോ. ഇതൊന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംഗതികളെ തൃപ്തികരമായ വിധത്തിൽ, ആളുകൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ നേരിടാൻ കരുത്തുള്ള കാര്യങ്ങളല്ലല്ലോ എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുക. അങ്ങനെയാണ് അവര് കൺസിസ്റ്റന്റ് അല്ലാതെ ഒരു നിലപാടിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആയി അങ്ങനെ മാറി മാറി അവരുടെ താവളങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വയ്ക്കുന്ന ഈ സംഗതി എന്നത് പറയാൻ കഴിയുന്നില്ല. പറഞ്ഞത് അപര്യാപ്തമാണ്, അബദ്ധമാണ് എന്നത് ഉടനെ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് സൂറത്തുൽ അംബിയാന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകളുടെ ഒരു പശ്ചാത്തലം. അവര് പല വിധത്തിലും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ച് ഒരു ഘട്ടത്തിൽ അവരെല്ലാവരും കൂടിയാലോചന ചെയ്തുകൊണ്ട് ഹജ്ജ് വേളയില് പുറം നാടുകളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്ന, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ആളുകളുടെ അടുക്കൽ മിനായില് അവിടെ ചേരുന്ന ആളുകൾ അവരുടെ തമ്പുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു ആളുകളെ വഴിപഴപ്പിക്കുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്, അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുക്കലും എത്താനിടയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അയാളെ കേൾക്കാനേ നിൽക്കരുത്, അയാൾ വലിയൊരു മരണക്കാരനാണ്, അയാളെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പെട്ടുപോകും, അത്രയും വശ്യശക്തിയുള്ള സംസാരമാണ് അയാൾ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകറ്റുകയായിരുന്നു. അവർക്ക് നബിയെ കേൾക്കാൻ ഒരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് അവര് ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ ചില സംഭവങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹത്തില് വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി മാറിയ തുഫൈൽ ഇബ്നു അംറു ദൗസി എന്ന പേരിൽ അറിയപ്പെടുന്ന ദൗസി ഗോത്രക്കാരനായ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഗോത്രത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയൊക്കെയായിരുന്നു. മക്കയില് സന്ദർശനത്തിന് എത്തിയപ്പോ ഖുറൈശി പ്രമുഖന്മാര് എല്ലാവരോടും നടന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. മുഹമ്മദ് എന്ന പേരിലൊരു കുഴപ്പക്കാരൻ ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട്, അയാള് ഭയങ്കര വശ്യശക്തിയാണ്, ആളുകളങ്ങ് വീഴ്ത്തിക്കളയും, മരണമാണ്, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഭിചാരമാണ്, അതുകൊണ്ട് അയാളുടെ സംസാരം കേൾക്കാൻ ഇടയാവരുത്, കേട്ടാൽ നിങ്ങൾ അതിൽ പെട്ടുപോകും എന്ന വിധത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിധത്തില് തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാരം ഖുറൈശികള് അവിടെ വന്നു ചേരുന്ന എല്ലാവരോടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തില് തുഫൈൽ ഇബ്നു അംർ ദൗസിയുടെ കാതുകളിലും അവരുടെ ഈ സംസാരം എത്തി. അപ്പോ അദ്ദേഹം വളരെ പ്രിക്കോഷൻഡ് ആയിട്ടാണ് പിന്നെ മക്കയിൽ കഴിയുന്നത്. കാതുകളില് പരുത്തി കുത്തി തിരികെ വെച്ച് ഒരു കാരണവശാലും മുഹമ്മദ് പറയുന്ന ഒരു വാക്കുപോലും തന്റെ ചെവിയിൽ വീഴരുത് എന്നൊക്കെ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തുടർന്ന് മക്കയിൽ ഉണ്ടായിരുന്നത്.
പക്ഷെ യാദൃച്ഛികമായി അദ്ദേഹം കഅബയുടെ പരിസരത്ത് നിൽക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്ത് നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നത് കാണാൻ ഇടയായി. അദ്ദേഹം അറിയാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വാക്യങ്ങൾ കേട്ടുപോയി. കാതുകളിൽ തിരികെ വെച്ചിരുന്ന പരുത്തിയൊക്കെ എടുത്തു മാറ്റി അദ്ദേഹം ശ്രദ്ധാപൂർവം അത് കേൾക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് അത് വളരെ വശ്യമായി, വളരെ ആകർഷകമായിട്ട് അനുഭവപ്പെടുകയാണ്. അദ്ദേഹം ആലോചിക്കുന്നത്, ഞാനൊരു പ്രമുഖനായ കവിയാണല്ലോ, എന്റെ ഗോത്രക്കാർക്ക് ഞാൻ വളരെ വിലപ്പെട്ട ഒരു കവിയാണ്. എന്നെ പോലെയുള്ള ഒരാള് മുഹമ്മദ് വായിക്കുന്ന അല്ലെങ്കിൽ കേൾപ്പിക്കുന്ന വാചകങ്ങൾ കാരണമായിട്ട് വഴിതെറ്റുകയില്ല. എനിക്ക് അത് നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് മുഹമ്മദിനെ ഞാൻ കേട്ടുപോയി എന്നതുകൊണ്ടൊന്നും വരാനില്ല, ഞാൻ ഏതായാലും ഒന്ന് കേട്ടു നോക്കട്ടെ എന്നാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തുകൊണ്ടിരുന്ന ആ വാചകങ്ങള്, ഖുർആന്റെ ആയാത്തുകൾ കേട്ട് അദ്ദേഹം നമസ്കാരം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പുറകെ അങ്ങനെ പോയി അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം തുഫൈലിന് ബോധ്യപ്പെടുന്നത് ഇതൊരിക്കലും ഒരു കവിയുടെ വാചകങ്ങളല്ല എന്നതാണ്. ഞാനും ഒരു കവിയാണ്, ഒട്ടും മോശമല്ലാത്ത ഒരു കവി. പക്ഷെ മനുഷ്യരുടെ കൂട്ടത്തിലെ ഒരു കവിക്ക് രൂപകൽപ്പന ചെയ്തെടുക്കാൻ കഴിയുന്ന വാചകങ്ങളല്ല മുഹമ്മദ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഭൂത വർത്തമാന ഭാവികളൊക്കെ അറിയുന്ന, സമയത്തിലൂടെ യാതൊരു പ്രയാസവുമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ശക്തിക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ഇങ്ങനെ കോർത്തിണക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരികെ പോയി. അദ്ദേഹത്തിന്റെ ഭാര്യയും പിതാവും ഒക്കെ അദ്ദേഹത്തിന്റെ ഇസ്ലാം അദ്ദേഹം അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മുറക്ക് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഏതാനും വർഷങ്ങളോടുകൂടി 70 മുതൽ 80 വരെയുള്ള കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരെ എല്ലാവരെയും കൂട്ടിയാണ് തുഫൈൽ അദ്ദൗസി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത്. അത് അഹ്സാബ് യുദ്ധം നടക്കുന്ന ആ ഘട്ടത്തിലാണ്, ഖന്തഖ് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് അങ്ങനെ തുഫൈൽ അദ്ദൗസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത്. വലിയൊരു സംഘം, 70 മുതൽ 80 വരെ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അത്രയും കുടുംബങ്ങളിലെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആരും കേൾക്കാതിരിക്കണം എന്ന ഖുറൈശികളുടെ തിട്ടൂരം കാരണമായിട്ട് മാത്രമാണ് തുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കണം എന്ന് തീരുമാനിക്കുന്നതും അദ്ദേഹം പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ആകൃഷ്ടനാകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ ഒരു നിലക്കും മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാവരുത് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഖുറൈശികൾ ചെയ്ത പല നടപടികളും ഈ വിധത്തില് അള്ളാഹുവിന്റെ പ്രവാചകന് പരോക്ഷമായ സഹായമായി മാറുകയുണ്ടായി എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം. അതുപോലെ പല സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഈ ഘട്ടത്തില് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ, നുബുവത്തിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ പല വിധത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചിരിക്കുന്ന കാര്യത്തിനെ നേരിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിൽ. അതിൽ ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം, ഹൽ ഹാദാ ഇല്ല ബശറും മിസ്ലുക്കും എന്നവർ ഉന്നയിച്ച ഒരു ചോദ്യമാണ്. ഇയാള് നമ്മളെപ്പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനല്ലാതെ വേറെ അതിനപ്പുറത്തേക്ക് വല്ലതുമാണോ?
ഒന്നും അല്ലല്ലോ. എന്നിട്ടും ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിഹിറില്, ഈ ആഭിചാരക്രിയയില് നിങ്ങൾ ചെന്ന് വീഴുകയാണല്ലോ എന്നാണ് അവർ പരസ്പരം രഹസ്യമായിട്ട് പറയുകയുണ്ടായത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ് എന്നതാണ് അദ്ദേഹത്തെ സ്വീകരിക്കാതിരിക്കാനുള്ള ന്യായമായിട്ട് അവർ പറയുന്നത്. ഒരു മലക്കൊന്നുമല്ല, ഒരു അസാധാരണത്വമുള്ള ഒരു ദിവ്യനൊന്നുമല്ല. ഇദ്ദേഹം നമ്മളൊക്കെ പോലെ തിന്നും കുടിച്ചും അതുപോലെ ഭാര്യമാരും മക്കളും ഒക്കെ ആയിട്ട് കുടുംബസമേതം ജീവിച്ചും അങ്ങാടികളിലൊക്കെ ഇറങ്ങി നടന്നും ഒക്കെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണല്ലോ. ഇങ്ങനെ ഒരാൾ എങ്ങനെ അള്ളാഹുവിന്റെ ദൂതനാകും എന്നതാണ് അവർ ഉന്നയിച്ചിരുന്ന പ്രധാനമായ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു വെല്ലുവിളി സ്വരത്തിൽ അവർ നടത്തിയിരുന്ന ഒരു വാദം. അപ്പോ ഈ വാദത്തിനോട് യഥാർത്ഥത്തിൽ പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ. നമുക്ക് ഇന്ന് വായിച്ച ആയത്തുകൾ നോക്കാം. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് നാം ചില ആളുകളെ അല്ലാതെ, ചില മനുഷ്യരെ അല്ലാതെ നിയോഗിച്ചയച്ചിട്ടില്ല. ഇതിനു മുമ്പ്, താങ്കൾക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാരെ നാം നിയോഗിച്ചയച്ചിട്ടുണ്ട്. അവരൊക്കെയും തന്നെ ഇല്ലാ റിജാലൻ, ചില മനുഷ്യര് മാത്രമായിരുന്നു. അല്ലെങ്കിൽ റിജാൽ എന്നുള്ളത് ആണുങ്ങൾ എന്നുള്ള അർത്ഥം അതിനുണ്ട് എങ്കിലും അതിന്റെ ബേസിക് മീനിങ് മനുഷ്യര്, ആളുകൾ എന്ന അർത്ഥത്തിലാണ്. മനുഷ്യരിൽപ്പെട്ട ചില ആളുകളെ അല്ലാതെ നാം ഇതിനു മുമ്പ് ദൂതന്മാരായിട്ട് അയച്ചിട്ടില്ല. ദൂതന്മാരായിട്ട് അയച്ചത്, മനുഷ്യ സമൂഹത്തിലേക്കുള്ള വഴികാട്ടികളായിട്ട് അയച്ചിട്ടുള്ളത് അവരിൽ തന്നെ പെട്ട റിജാലിനെയാണ്, അവരിൽ തന്നെ പെട്ട ചില മനുഷ്യന്മാരെയാണ്. ഇവിടെ ആണ് എന്നതിനുള്ള ഊന്നലല്ല, യഥാർത്ഥത്തിൽ മനുഷ്യവർഗത്തിൽപ്പെട്ടവര് എന്ന ഒരു കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെണ്ണുങ്ങൾ പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടിരുന്നു എന്നല്ല പറയുന്നത്. അതിന്റെ ജെൻഡർ ഊന്നുക എന്നതല്ല ഇവിടെ ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു വിഷയം. ഇവര് നമ്മളെപ്പോലെയുള്ള ബശറാണ്, മനുഷ്യരാണ് എന്നതാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുന്നതിനുള്ള കാരണമായിട്ട് പറഞ്ഞത്. അപ്പൊ ആ ബശർ തന്നെ, അങ്ങനെയുള്ള ബശറിന് തന്നെയാണ് നാം നേരത്തെ ദൂതന്മാരായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ബശറിൽപ്പെട്ട ദൂതന്മാരെ ഇവര് പലരും അംഗീകരിച്ചതും ഇന്നും അവരെ അതിന്റെ പേരിൽ മഹത്തുക്കളായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. ഇവര് ആദരിക്കുന്ന മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെയുള്ള പൂർവിക പ്രവാചകന്മാര്, ഇവർക്ക് യഹൂദരുമായുള്ള സമ്പർക്കത്തിലൂടെ പരിചയമുള്ള ഈ പ്രവാചകന്മാർ, യഹൂദ സമൂഹത്തിലേക്ക് വന്നിരുന്ന പ്രവാചകന്മാരും ഇവരുടെ തന്നെ പ്രപിതാക്കന്മാരായിരുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെയുള്ള പ്രവാചകന്മാർ, ഇവരൊക്കെ തന്നെ മനുഷ്യരിൽപ്പെട്ടവര് തന്നെയാണ്. അവരാരും ജിന്നുകളോ മലക്കുകളോ ഒന്നും ആയിരുന്നില്ല. അതിന്റെ കൂടെ അള്ളാഹു ഒരു കാര്യം കൂടി സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഈ വാക്കുകളുടെ ഭാഗമായിട്ട്. അത് അവര് പുരുഷന്മാരായിരുന്നു എന്നതാണ്. റിജാല് എന്നതിന് പുരുഷന്മാർ എന്ന ഒരു അർത്ഥസൂചന അതിൽ അടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് എന്ന് വീട്ടിൽ ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാല് വീട്ടുകാരി നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഊന്നല് കുറച്ച് ആണുങ്ങള് എന്നതാണ്. ഇനി പെണ്ണുങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ കുറച്ച് സ്ത്രീകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് എന്നായിരിക്കും പറയാം. ഈ സംഘത്തിനോടൊപ്പം ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുക. അപ്പൊ ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കുന്നതെങ്കിലും അതിന്റെ വാക്കുകളുടെ സൂചനയിൽ പെട്ടത് അവര് പുരുഷന്മാരായിരുന്നു എന്നത് കൂടിയാണ്. അപ്പോ ചില മനുഷ്യരിൽപ്പെട്ട ചിലരെ അല്ലാതെ നേരത്തെ നാം താങ്കൾക്ക് മുമ്പ് ദൂതന്മാരായിട്ട് അയച്ചിട്ടില്ല. നേരത്തെ അയച്ച ദൂതന്മാരൊക്കെയും തന്നെ ഇവരിപ്പോ താങ്കളെ അംഗീകരിക്കാതിരിക്കുന്നത് താങ്കള് അവരെ പോലെയുള്ള മനുഷ്യനാണ് എന്നതിന്റെ പേരിലാണല്ലോ. എന്നാൽ ഇതുപോലെയുള്ള മനുഷ്യരെ തന്നെയാണ്, ഇതുപോലെയുള്ള ആളുകളെ തന്നെയാണ് നാം താങ്കൾക്ക് മുമ്പും
ദൂതന്മാരായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ഒരേ ഒരു കാര്യം, നൂഹിയിലേക്കും നാം അവർക്ക് ദിവ്യ വെളിപ്പാടുകൾ നൽകിക്കൊണ്ടിരുന്നു എന്നതാണ്. നൂഹിയിലേക്കും അവർ വെറും റിജാലായിരുന്നില്ല. സ്വന്തം ചിന്തയും ആലോചനയും ഭാവനയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന കേവല മനുഷ്യരായിരുന്നില്ല. അവര് വഹി ലഭിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. നാം അവർക്ക് വഹി നൽകിക്കൊണ്ടിരുന്നു. അതാണ് അവരെ വ്യത്യസ്തരാക്കിയിരുന്ന കാര്യം. മനുഷ്യർ തന്നെയാണ്, സാധാരണ മനുഷ്യർ തന്നെയാണ്, ആളുകൾ തന്നെയാണ്. പക്ഷെ അവർക്ക് നാം വെളിപ്പാടുകൾ നൽകുകയുണ്ടായി. അപ്പോ നാം വെളിപ്പാടുകൾ നൽകുകയുണ്ടായി എന്നൊരു വ്യത്യസ്തത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ നൂഹിയിലേക്ക്. അതുകൊണ്ട് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് കൂട്ടരെ അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കും. ഫസ്അലു അഹ്ല ദിക്ർ, അഹ്ല ദിക്ർ എന്നത് ഇവിടെ അഹ്ലൽ കിതാബ് എന്ന് പറയുന്നതിന് തുല്യമായ ഒരു പ്രയോഗമാണ്. കാരണം മക്കയിലെ ആളുകള് നൂറ്റാണ്ടുകളോളം ഒരു പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലാത്ത ആളുകളാണ്. അവർ ഉമ്മിയായ ഒരു സമൂഹമാണ്. അവർക്ക് വേദ പൈതൃകമോ വേദ പാരമ്പര്യമോ ഒന്നുമില്ല. വേദജ്ഞാനവും അവർക്കില്ല. അവര് എല്ലാ അർത്ഥത്തിലും ആത്മീയമായ മതപരമായ കാര്യങ്ങളിൽ നിരക്ഷരരായിരുന്നു. അവർക്കൊന്നും അറിയില്ല. അവർക്ക് അങ്ങനെയുള്ള മതപരമായ ഒരു പാരമ്പര്യമോ പൈതൃകമോ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കൂ, അഹ്ലു ദിക്റിനോട് ചോദിക്കൂ. അഹ്ലു ദിക്ർ എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് അഹ്ലുൽ കിതാബാണ് എന്ന് കാണാൻ കഴിയും. വേദക്കാരായ യഹൂദ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തില് പല ബുദ്ധിയും കൗശലവും ഉപദേശിച്ചു കൊടുക്കാറുണ്ടായിരുന്നു മക്കയിലെ നിഷേധികളായ ആളുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല വിധത്തിലുള്ള കുരുക്കിലും അകപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കെണിയുന്ന വിധത്തിൽ അദ്ദേഹം ഒരു പ്രയാസത്തിൽ അകപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കാൻ വേണ്ടി പറയുക. അതുപോലെയുള്ള പല കാര്യങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരുന്നവരാണ് മദീനക്ക് പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന ജൂതന്മാർ. ഈ യഹൂദന്മാരെ നിങ്ങൾക്ക് വലിയ ബുദ്ധിയും കൗശലമൊക്കെ പറഞ്ഞു തരുന്ന ഓതിത്തരുന്ന യഹൂദന്മാരുണ്ടല്ലോ, അഹ്ലു ദിക്ർ, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ വേദക്കാരാണ്, ഞങ്ങൾക്ക് ദൈവികോത്ബോധനം ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞെളിയുന്ന ആളുകൾ അവരോട് പോയിട്ട് ചോദിക്കും. നേരത്തെ അള്ളാഹു ദൂതന്മാരായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത് മനുഷ്യരിൽപ്പെട്ടവരെ ആയിരുന്നോ അതോ വേറെ വല്ല വിഭാഗത്തിലും പെട്ടവരെ ആയിരുന്നോ? അവര് മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നിരുന്ന ദാവൂദ് അലൈഹി ഇസ്ലാം, സുലൈമാൻ അലൈഹി ഇസ്ലാം, യഹ്യ അലൈഹി ഇസ്ലാം, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പ്രവാചകന്മാരുടെ പൈതൃകം ചുമലേറ്റി നടക്കുന്ന ആളുകളാണ്. ആ പ്രവാചകന്മാരുടെ പേരിൽ ഇവര് വലിയ അഭിമാനം കൊള്ളുകയും ചെയ്യാറുണ്ടായിരുന്നു. ആ ആളുകളൊക്കെ ആരായിരുന്നു? മനുഷ്യരായിരുന്നോ അതോ വേറെ വല്ല വിഭാഗത്തിലും പെട്ടവരായിരുന്നോ എന്ന് നിങ്ങൾ അവരോട് ചെന്ന് ചോദിക്കൂ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ഫസ്അലു അഹ്ല ദിക്ർ, നിങ്ങൾ അറിവുള്ള അഹ്ലു ദിക്റിനോട്, ഉത്ബോധനം ലഭിച്ച ആളുകളോട്, വേദഗ്രന്ഥം ലഭിച്ച ആളുകളോട് ചോദിക്കുക. അദ്ദിഖർ എന്നത് ദൈവിക വേദഗ്രന്ഥത്തിനു കൂടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വിശുദ്ധ ഖുർആന്റെ മറ്റൊരു പേര് അദ്ദിഖർ എന്നാണ്. ഖുർആൻ എന്ന പോലെ, ഫുർഖാൻ എന്ന പോലെ, കിതാബ് എന്ന പോലെ, തദ്കിറത്ത് എന്ന പോലെ ഖുർആനെ കുറിച്ച് തന്നെ പരാമർശിക്കുന്ന ഒരു വാക്ക് അദ്ദിഖർ എന്നാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളെ കുറിച്ചും അദ്ദിഖർ എന്ന പരാമർശം കാണാൻ സാധിക്കും. അതുകൊണ്ട് കൂട്ടരെ, നിങ്ങൾ ദിക്ർ നേരത്തെ നൽകപ്പെട്ട, വേദഗ്രന്ഥം നേരത്തെ നൽകപ്പെട്ട ആളുകളുണ്ട്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവരോട് ചോദിക്കും. ഇതിനു മുമ്പ് അള്ളാഹു ദൂതന്മാരായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത് മനുഷ്യരെ ആയിരുന്നോ അതല്ല വേറെ ഏതെങ്കിലും വിഭാഗത്തിൽ പെടുന്നവരെ ആയിരുന്നോ എന്ന്. വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന ത്വഅമ വമാ കാനൂ ഖാലിദീൻ. അള്ളാഹു പറയുന്നത്
ഇങ്ങനെ പൂർവികരായ പ്രവാചകന്മാരായിട്ട് നാം നിയോഗിച്ച ആളുകൾ, അവരെ നാം കേവലം ഭക്ഷണമൊന്നും കഴിക്കില്ലാത്ത ഒരു ശരീരമായിട്ട് അല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാത്ത ഒരു ജസദ്, മലക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ജസദാണ്, അല്ലെങ്കിൽ ഒരു ജിന്ന് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ജസദായിട്ട് നമുക്ക് കാണാം. മനുഷ്യരുടെ ഒരു പ്രത്യേകത, അവര് ജസദ് മാത്രമല്ല, ശരീരം മാത്രമല്ല, അവർക്ക് ജീവനുണ്ട്, ഭക്ഷണം വേണം, വെള്ളം കുടിക്കണം, അവർക്ക് മലമൂത്ര വിസർജനം വേണം, അതുപോലെ ഭാര്യാസന്താനങ്ങൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുള്ളവരാണ് മനുഷ്യർ. എന്നാൽ ആ വക പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു ജസദായിട്ട്, ഒരു എൻറ്റിറ്റി, ഒരു ശരീരം അല്ലെങ്കിൽ ഒരു വ്യക്തി, എങ്ങനെയാണ് അതിന്റെ പ്രത്യേകത? ലാ യഅ്കുലൂന ത്വആം, അന്നം കഴിക്കാത്ത, ഭക്ഷണമൊന്നും കഴിക്കില്ലാത്ത ഒരു സൃഷ്ടിപ്പായിട്ട് നാം അവരെ രൂപകൽപ്പന ചെയ്യുകയുണ്ടായിട്ടില്ല. പൂർവികരായ പ്രവാചകന്മാരെ അള്ളാഹു ഭക്ഷണം കഴിക്കാത്ത, വെള്ളം കുടിക്കാത്ത, കുടുംബമായി ജീവിക്കാത്തവരായിട്ടല്ല രൂപകൽപ്പന ചെയ്യുകയുണ്ടായിട്ടുള്ളത്. വമാ കാനൂ ഖാലിദീൻ, അതുപോലെ അവരെന്നെന്നും ജീവിക്കുന്നവരും ആയിരുന്നില്ല, മരിച്ചു പോകുന്നവർ തന്നെയായിരുന്നു. അപ്പം മനുഷ്യന്റെ സ്വാഭാവികമായ പ്രത്യേകതകളൊക്കെയുള്ള, ഭക്ഷണം കഴിക്കുന്നവര് വെള്ളം കുടിക്കേണ്ടി വരും, അത് സ്വാഭാവികമായിട്ടും മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വരുന്നവരും ആയിരിക്കും അത്തരം ആളുകൾ. ഭക്ഷണം കഴിക്കുന്നവരും വെള്ളം കുടിക്കുന്നവരും സ്വാഭാവികമായിട്ടും ശരീരത്തിന് ആവശ്യമുള്ള സംഗതികൾ അതിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത്, അവശിഷ്ടങ്ങൾ പുറത്തേക്ക് തള്ളേണ്ടി വരും. അതുപോലെ അവർക്ക് ഭക്ഷണം കഴിക്കുന്ന ശാരീരികമായ പ്രത്യേകതകളുള്ള ആളുകൾക്ക് അതുപോലെയുള്ള ശാരീരികമായ ആവശ്യങ്ങളും ഉണ്ടാകും. അങ്ങനെയൊന്നും ഇല്ലാത്ത കേവലമായ ഒരു ജസദായിട്ടല്ല നേരത്തെ നിയോഗിക്കപ്പെട്ട ദൂതന്മാരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പ്രവാചകന്മാരായിട്ട് അയക്കപ്പെട്ട ആളുകൾ, അവര് മരിച്ചു പോവുകയും ചെയ്യും. അവർ ഖാലിദുകളായിരുന്നില്ല, എല്ലാ കാലത്തും ഭൂമുഖത്ത് ജീവിക്കുന്നവരല്ല അവർ. വമാ കാനൂ ഖാലിദീൻ, അവര് നിത്യമായിട്ട് നിലനിൽക്കുന്ന ഭൂമുഖത്ത് ജീവിക്കുന്നവരല്ല. ഈ പിന്നിട്ട കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരാരും തന്നെ, അവരൊക്കെയും മരിച്ചു പോകുന്നവരാണ്. അപ്പോ ഒരു ഘട്ടത്തിൽ പിറവിയെടുത്തു, വളർച്ച പ്രാപിച്ചു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, മലമൂത്ര വിസർജനം ചെയ്യുന്നു, അതുപോലെ ഇണയെ സ്വീകരിക്കുന്നു, മക്കളുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഉള്ള മനുഷ്യര് മരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ വക പ്രത്യേകതകളുള്ള സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു നേരത്തെ അയക്കപ്പെട്ടിരുന്ന ദൂതന്മാർ. അവര് എന്നെന്നും ഭൂമുഖത്ത് നിലനിൽക്കുന്ന ആളുകളായിരുന്നില്ല. സുമ്മ സദഖ്നാഹുമുൽ വഅദ്, എന്നാൽ അതിനെയൊക്കെ തുടർന്ന് അവരോട് നാം ചെയ്തിട്ടുണ്ടായിരുന്ന വാഗ്ദാനങ്ങൾ സത്യമായി നാം പുലർത്തുകയും ചെയ്തു. പിന്നിട്ട കാലങ്ങളിൽ ഭൂമുഖത്ത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന പ്രവാചകന്മാർ, അവർക്ക് അള്ളാഹുവിന്റെ സഹായവും വിജയവും ഒക്കെ വാഗ്ദാനമായിട്ട് നൽകപ്പെട്ടത് അള്ളാഹു പാലിക്കുകയും പുലർത്തുകയും ചെയ്തു. അപ്പൊ അഞ്ചൈനാകും, അങ്ങനെ അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോ നാം ആ പ്രവാചകന്മാരെയും വമൻ നശാ, നാം ഉദ്ദേശിച്ച മറ്റു പലരെയും രക്ഷപ്പെടുത്തുകയുണ്ടായി. അഹ്ലക്നൽ മുസ്രിഫീൻ, അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ നാം നശിപ്പിക്കുകയും ചെയ്തു. അപ്പോ പൂർവിക പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ ഒരു സംഗ്രഹമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ മനുഷ്യരായിരുന്നു. മനുഷ്യരെന്നുള്ള നിലക്കുള്ള പ്രത്യേകതകൾ അവർക്കുണ്ടായിരുന്നു. ഭൂമുഖത്ത് അവര് നിത്യവാസികളായിരുന്നില്ല. അവരുടെ ദൗത്യ നിർവഹണ വേളകളിൽ അവര് നേരിട്ട പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ നാം അവർക്ക് സഹായവും വിജയവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സമൂഹങ്ങള് എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ടുള്ള ധിക്കാരം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ അവർക്കെതിരെ നാം നടപടി സ്വീകരിക്കുകയുണ്ടായി. അവരില് ഈ പ്രവാചകന്മാരെയും അവരെ പിൻപറ്റിയവരെയും അള്ളാഹു ഉദ്ദേശിച്ച മറ്റു പലരെയും രക്ഷപ്പെടുത്തുകയും
ഈ അതിക്രമകാരികളെ, എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് ജീവിച്ച, എല്ലാ സീമകളെയും കടത്തി വെട്ടിക്കൊണ്ട് ജീവിച്ച ആളുകൾ, എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ച, അവയൊക്കെ കാറ്റിൽ പറത്തിയ ദൈവിക നിഷിദ്ധങ്ങളായിട്ട് കാണാതിരുന്ന ആളുകളെ നാം നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അങ്ങനെ സത്യമാർഗം സ്വീകരിച്ച ആളുകളെ രക്ഷപ്പെടുത്തുകയും സത്യവിരോധികളെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരോട് നാം ചെയ്ത പ്രതിജ്ഞ സത്യമായി നിറവേറ്റുകയും ചെയ്തു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ലഖദ് അൻസൽനാ ഇലൈക്കും. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം, അത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്, മക്കയിലെ ആളുകളെ കേൾപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബ. ഇപ്പോഴിതാ നാം നിങ്ങളിലേക്ക് ഒരു വേദഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു. ഞാനിപ്പോ സൂചിപ്പിച്ചത് പൂർവിക സമൂഹങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന വേദഗ്രന്ഥങ്ങളെ കുറിച്ചും അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെയാണ്. അവരെങ്ങനെ ജീവിച്ചു, അവര് എന്തൊക്കെ ആഖിബത്ത് ഏറ്റുവാങ്ങി എന്നതൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ മക്കയിലെ ആളുകളോടായിട്ട് പറയുകയാണ്, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബ. ഇപ്പോ നിങ്ങളിലേക്ക്, നിങ്ങൾ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി നാം ഇതാ ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. ഫീഹി ദിക്റുക്കും. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ ഉത്ബോധനം അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കം നിങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങൾക്കുള്ള ഉത്ബോധനമാണ്. ഫീഹി ദിക്റുക്കും. നിങ്ങൾക്കുള്ള ഉത്ബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടാൻ ആവശ്യമായ ചരിത്ര സാക്ഷ്യങ്ങളും സത്യം ബോധ്യപ്പെടുത്തുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇപ്പോ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വേദഗ്രന്ഥം. അതിൽ നിങ്ങളുടെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതോടെ നിങ്ങൾ തീർച്ചയായിട്ടും സത്യമാർഗം ലഭിക്കുന്നവരായി മാറും. അത് നിങ്ങൾക്കായിട്ട്, നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് നിങ്ങൾക്കുള്ള ഉത്ബോധനമായിട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ്. പൂർവിക സമൂഹങ്ങള് അവർക്ക് ലഭിച്ച ഉത്ബോധനത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് നമ്മളിവിടെ കാണുകയുണ്ടായി. അവരുടെ കാലം കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ കാലമാണ്, നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഉത്ബോധനം. അതിൽ നിങ്ങൾക്കുള്ള ഉണർത്തലും ഓർമ്മപ്പെടുത്തലും ഉത്ബോധനവും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അഫലാ തഅഖിലൂൻ. നിങ്ങൾ ബുദ്ധി കാണിക്കുന്നവരാകുന്നില്ലേ എന്നാണ് അള്ളാഹു തുടർന്ന് ചോദിക്കുന്നത്. പൂർവിക ജനസമൂഹങ്ങള് എന്തൊക്കെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയോ അതേ വിധത്തിലുള്ള അബദ്ധങ്ങളിലൊക്കെയും ഞങ്ങളും ചാടും എന്ന വാശിയിലാണോ നിങ്ങൾ? അതല്ല, പൂർവിക സമൂഹങ്ങൾക്ക് അവരുടെ ഏറ്റുവാങ്ങേണ്ടി വന്ന ആക്ഷേപത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ സന്നദ്ധരായ ആളുകളാണോ നിങ്ങൾ എന്നതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ മുന്നില് അള്ളാഹുവിന്റെ കിതാബ്, നിങ്ങളിലേക്കായിട്ട് അയച്ചിട്ടുള്ള കിതാബ് എത്തിയിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള ഓർമ്മപ്പെടുത്തലുമുണ്ട്. അതിൽ നിങ്ങളുടെ പൂർവകാല ചരിത്രമുണ്ട്, പൂർവിക പ്രവാചകന്മാരുടെ അനുഭവങ്ങളുടെ നേർസാക്ഷ്യങ്ങളുണ്ട്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ അടങ്ങിയിട്ടുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന വിധത്തില് അതില് വിവരിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ തന്നെ ഓരോരുത്തരുടെയും സ്വത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങൾ അതിൽ വിവരിക്കപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്, അത് നിങ്ങൾക്കുള്ള ദിക്റാണ്. അഫലാ തഅഖിലൂൻ. നിങ്ങൾ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നവരാകുന്നില്ലേ എന്നാണ് അതിന് തുറന്ന് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങൾ എന്തേ ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നവരാകുന്നില്ലേ? അഫലാ തഅഖിലൂൻ. അഖില് ഉള്ളവരായിട്ട് പെരുമാറാൻ, അഖിലുള്ളവരായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ ഒരുക്കമല്ലേ എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്താണ്. അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന കിതാബിന്റെ സത്യം എന്താണ് എന്നതാണ്. ഈ കാര്യത്തിൽ മക്കയിലെ ആളുകള്
എടുക്കുന്ന തീരുമാനങ്ങളും നടപടികളും ഒന്നും തന്നെ സത്യസന്ധമായിരുന്നില്ല എന്നതാണ് ഈ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ആശയങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അവര് വിശുദ്ധ ഖുർആന്റെ ആ വളരെ ഷാർപ്പായ മുനകളെ നേരിടാൻ കഴിയാതെ പലവിധ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുകയാണ്. ഒരു ആരോപണം ഉന്നയിച്ച് അത് ഫലപ്രദമല്ല എന്ന് കാണുമ്പോൾ അടുത്തൊരു ആരോപണത്തിലേക്ക് പോയി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി അതിനെ ഉൾക്കൊള്ളാനോ അതിൽ നിന്ന് പ്രയോജനം നേടാനോ സന്നദ്ധരാകുന്നില്ല അവര് എന്നതാണ് അവരുടെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ. അതിൽ മാറ്റം വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം സകല പ്രവാചകന്മാരുടെയും ദൗത്യങ്ങളെക്കാളും വിജയം വരിച്ച അള്ളാഹുവിന്റെ ദീന് ഭൂമുഖത്ത് സ്ഥാപിതമാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അതിന്റെ അടിത്തറകൾ പാകിക്കൊണ്ട് മാത്രമാണ്, അത് വിജയിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത് എന്നത് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. ആ ഘട്ടത്തില് മക്കയിലെ ആളുകൾ അതിനോട് സ്വീകരിച്ചിരുന്ന നിലപാടാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാസുദേവാന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.